നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2019 പുന്ന നൌഷാദ് വധക്കേസിൽ 3 SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കൂടി പിടിയിലായി. 2019 ജൂൺ 30 ചാവക്കാട് പുന്നയിൽ 4 പേർക്ക് വെടിയേറ്റത്. ഇതിൽ നൌഷാദ് കൊല്ലപ്പെടുകയായിരുന്നു ഉണ്ടായത്. നൌഷാദിന്റെ നേതൃത്വത്തിൽ SDPI പ്രവർത്തകരെ ആക്രമിച്ചതിലുള്ള പകയാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 14-ാം പ്രതി ചാവക്കാട് തോട്ടാപ്പ് കടപ്പുറം കറുപ്പം വീട്ടിൽ മുഹമ്മദ് ഷാഫി, 15-ാം പ്രതി വാടനപ്പള്ളി ആനവളവ് അറക്ക വീട്ടിൽ ഷെരീഫ് എന്നിവരെയാണ് കേസ് അന്വേഷിക്കുന്ന പാലക്കാട് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. 2004 തൃശൂരിൽ നടന്ന മറ്റൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന നസറത്തുള്ളയാണ് ഇപ്പോൾ അറസ്റ്റിലായ മൂന്നാമൻ. 12-ാം പ്രതി നസറത്തുള്ള തങ്ങളുടെ അറസ്റ്റ് തൃശൂർ ജില്ലാ ജയിലിലെത്തി രേഖപ്പെടുത്തുകയായിരുന്നു. ഷെരീഫിനെ പാടൂരിലെ വാടക വീട്ടിൽ നിന്നും ഷാഫിയെ ബുധനാഴ്ച പുലർച്ചെ സ്വന്തം വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറയുന്നു. ഇരുവരെയും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല നടന്ന 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ അറസ്റ്റുകൾ. DYSP MV മണികണ്ഠൻ, SI KV സുധീഷ് കുമാർ, ഗ്രേഡ് SI ഗംഗാധരൻ, ASI സിന്ധു, പോലീസ് ഡ്രൈവർ പ്രദീപ്, ചാവക്കാട് ഇൻസ്പെക്ടർ പ്രതാപൻ, ആന്റി ടെററിസ്റ്റ് സംഘത്തിലെ ഇൻസ്പെക്ടർ ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ 1-ാം പ്രതിയായ ജമാലുദ്ദീൻ ഉൾപ്പെടെ 14 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 8 പേരെ തൃശൂർ ക്രൈംബ്രാഞ്ച് സംഘവും 3 പേരെ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവുമാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. ഇനി 2 പ്രതികളെ കൂടി പിടിയിലാകാനുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ചാവക്കാട് ഏരിയ പ്രസിഡന്റായ ഷാജിയെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 2019 ജൂലൈ 30 ചാവക്കാട് പുന്നയിൽ നൌഷാദ് ഉൾപ്പെടെ 4 പേർക്ക് വെടിയേറ്റത്. മുഖംമൂടി ധരിച്ച് 7 ബൈക്കുകളിലെത്തിയ 15-അംഗ സംഘമാണ് ചാവക്കാട് പുന്ന സെൻട്രൽ വെച്ച് വടിവാളുകൊണ്ട് ഇവരെ വെട്ടിയത്. SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും പോലീസ് കണ്ടെത്തി. പുന്നയിൽ നൌഷാദ് തനിയെ നിൽക്കുന്നുണ്ടെന്ന വിവരം തിരുവത്ര ഹൈവേയിൽ തമ്പടിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി സംഘത്തിന് ലഭിച്ചിരുന്നു. ആയുധ അധികാരികളായി തീവ്രവാദി സംഘം എത്തുമ്പോഴേക്കും സംഭവ സ്ഥലത്ത് നൌഷാദിന്റെ സുഹൃത്തുക്കളായ മറ്റു 3 പേർ കൂടി എത്തിച്ചേർന്നിരുന്നു. നൌഷാദിനെ വെട്ടുന്നതിന് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റു 3 പേർക്കും വെട്ടേറ്റത്. ഒരു കാരണവശാലും നൌഷാദ് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പ് വരുത്തിയുള്ള വെട്ടാണ് സംഘം വെട്ടിയത്. ഓടാതിരിക്കാൻ വേണ്ടി ആദ്യം നൌഷാദിന്റെ കാലിലാണ് വെട്ടിയത്. പിന്നീട് ശരീരത്തിൽ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. അവസാനം കഴുത്തിൽ വെട്ട് കൊണ്ടപ്പോൾ നൌഷാദ് ചലനമില്ലാതെയായി. പ്രതികൾ പല വഴിയിലാണ് രക്ഷപ്പെട്ടത്. ഗുരുതരമായി വെട്ടേറ്റ നൌഷാദ് 31 പുലർച്ചെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു.